ഹലോ കൂട്ടുകാരെ, ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് കേര മീൻ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് കാണിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ അരപ്പ് ആദ്യമേ തന്നെ നമുക്ക് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ അരയ്ക്കുന്ന വറ്റൽമുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വറ്റൽമുളക് ഞാൻ ഏറെ അരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അരപ്പൊക്കെ അരച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം, എങ്കിലേ എരിവ് കാണത്തുള്ളൂ. വലിയ മീനല്ലേ, അപ്പോൾ അതിലേക്ക് എരിവും പുളിയും ഒക്കെ പിടിക്കണ്ടായി, നന്നായിട്ട് എരിവ് വേണം. അപ്പം പിന്നെ അരപ്പൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുത്തത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയാനങ്ങ് വിട്ടുപോയി. പിന്നെ പച്ചമുളകും മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് വറുക്കുന്നതിനുള്ള ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുടംപുളി എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുളി ഇതെല്ലാം കൂടെ ഒന്നിട്ട് വഴറ്റി കൊടുക്കാം. കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വരുമ്പോഴേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കിട്ടുന്ന പച്ചമുളകിനൊക്കെ എരിവ് കുറവാണ്. എത്ര പച്ചമുളക് ഇട്ടാലും എരിവ് കാണില്ല, നന്നായിട്ട് വിളയാത്ത പച്ചമുളകായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്ര ചാറ് വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരപ്പൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അരപ്പൊന്ന് തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം സ്പൂണിട്ട്. അതിനുശേഷം വീണ്ടും തിള വരും. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനൊക്കെ അരപ്പിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അന്നേരം സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മീനെ കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ. മുള്ളും അതിൻ്റെ തലയും കുറച്ച് കഷ്ണങ്ങളും എല്ലാം കൂടെയാണ് കറി വെക്കാൻ എടുത്തിരിക്കുന്നത്. ബാക്കി പീസ് വറക്കാൻ മാറ്റി വെച്ചു. അപ്പം മീൻ ഞാൻ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി മീനൊക്കെ അരപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം മീനൊക്കെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. തിളച്ച് തുടങ്ങിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പരുവമല്ലെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഒരടപ്പ് കൊണ്ട് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പം ഒന്നുകൂടി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ മീനല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ പാകമായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ചാറൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഒന്നുകൂടെ വറ്റി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ചിലർക്ക് ഇച്ചിരൂടെ കുറുകിയിരിക്കുന്ന ചാറാണ് ഇഷ്ടം, അപ്പോൾ അവരവരുടെ പരുവത്തിന് വറ്റിച്ചെടുക്കുക. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു പരുവത്തിന് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ ചാറിരുന്ന് പറ്റും. അപ്പം നമ്മൾ കഴിക്കാനെടുക്കുമ്പം പരുവത്തിനായി കിട്ടും. തേങ്ങ അരച്ച് വെച്ച കേരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.